ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവന്നിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമാണല്ലോ നീ. ഞങ്ങളുടെ പാപങ്ങളെ കണക്കിടാതെ നിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ഞങ്ങൾക്ക് ഇടം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ യേശുവേ, അടികളോട് നിനക്ക് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ യേശുവേ, ഞങ്ങൾ ചെയ്ത പാപങ്ങളെ ഒന്ന് നീ ഓർത്താൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പോലും യോഗ്യത ഞങ്ങൾ തിരിച്ചറിയുന്നതായി. എന്നിട്ടും ദൈവമേ, നീ ഞങ്ങളെ സ്നേഹിക്കുകയും നീ ഞങ്ങളെ കരുതുകയും നീ ഞങ്ങളെ പരിപാലിക്കുകയും നിന്റെ മാറോട് ചേർന്ന് നിൽക്കാനുള്ള അവസരം നീ ഞങ്ങൾക്കായി പകർന്നു നൽകുകയും ചെയ്യുന്നുള്ള പിതാവേ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണമെന്നതാണ്. നീ കൊണ്ടടികൾ മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നതല്ലോ. നീ ഏറ്റെടുത്തതായ സകല പാപങ്ങൾ ഞങ്ങളുടെ മാത്രമായിരുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നതല്ലോ. ആകയാൽ ദൈവമേ, ഒരു വിശുദ്ധിയുടെ അനുഭവത്തിൽ ഉയർപ്പ് പെരുന്നാളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവമേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോഴത്തെ രൂപാകയായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും ഇടക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഒത്തിരി ആവശ്യങ്ങളുണ്ടല്ലോ, ഒത്തിരി വേദനകൾ നിന്റെ മക്കൾക്ക് പറയാനുണ്ടല്ലോ, കണ്ണുനീരിന്റെ അനുഭവങ്ങളൊക്കെ നിന്റെ മക്കളുടെ ജീവിതത്തിലുണ്ടല്ലോ. എന്നാൽ ദൈവമേ, നീ ആരുടെ മുന്നിൽ പരിഹാസപാത്രമായി തീരാൻ അനുവദിക്കാതെ നീ അനുഗ്രഹത്തോടെ നീ വഴി നടത്തുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എന്റെ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ മക്കളെ കുറിച്ചുള്ളതായ വേവലാതികൾ, ഞങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഞങ്ങളുടെ ഭാര്യയെ കുറിച്ചുള്ളതായ ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളതായ ദുഃഖങ്ങൾ, ഇതൊക്കെ നീ അറിയുന്ന ദൈവമാകയാണ്. സകല വേദനകളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണെന്നതാണ്. ദൈവമേ, ഞങ്ങളുടെ വിവാഹപ്രായമായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ടല്ലോ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ക്രമീകരണം നാഥാദി നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ, പരീക്ഷ എഴുതിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഫലം നൽകുന്ന ദൈവം നീ ആകയാൽ 30-60 വേദിയായി നീ ഒരു ഫലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുദ്ധം പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡകളും ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പന്തപ്പാടുകളൊക്കെ ഞങ്ങൾ കേട്ടല്ലോ, കണ്ടല്ലോ, അറിഞ്ഞല്ലോ. എൻ്റെ ദൈവമേ, അവിടെ നിന്റെ മക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച്, പ്രതിസന്ധികളെ കുറിച്ച്, അത് ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. എൻ്റെ ദൈവമേ, അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഒരു പൂർണ്ണ പരിഹാരം, ശാശ്വത പരിഹാരം എൻ്റെ ദൈവമേ, നീ ഞങ്ങൾക്ക് ബലഹീനതകൾ ഓർക്കാതെ അവിടെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇപ്പോൾ അടികളെ തന്നെ പൂർണ്ണമായി കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇതുവരെ വ്യാപരിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവമേ, അവിടുത്തെ കൃപ വ്യാപരിപ്പാർത്തക്കോണം അടികളുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന നിന്റെ മക്കളെല്ലാവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്ന മൂലം ദൈവമേ, ഞങ്ങൾക്കൊരു പ്രാഗബോധം വരുത്തുവാൻ, നിന്നോട് കൂടുതൽ നിൽക്കുവാൻ, നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഉയർപ്പ് പെരുന്നാളിൽ സംബന്ധിക്കുവാൻ എന്നോട് ദൈവമേ, ഞങ്ങളെ വിലയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലഹീനത ഓർക്കാതെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരണമെന്ന കൊതിയോടെ ആഗ്രഹിച്ചിരിക്കുന്നതിൽ സാധിക്കാതിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. അവിടുന്ന്
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ തന്നെ ആമേൻ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ